ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണെങ്കിൽ ഗംഗാപ്രസാദിനെ കുഴിച്ചിട്ട് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴും കല്യാണിക്ക് ഭയങ്കരമായിട്ടൊരു പേടി തോന്നുകയാണ്. അപ്പോൾ പെട്ടെന്ന് കിരൺ വരികയാണ്. കല്യാണി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്താ കല്യാണി ഇതെന്തിനാ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? നീ എന്തിനാ അങ്ങോട്ട് നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ഒന്നും മിണ്ടുന്നില്ല. അവിടെ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞവനെ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ പുറത്ത് ഒരു തെങ്ങൻ തൈ നട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഗംഗാപ്രസാദ് തെങ്ങൻ തൈക്കൊരു വാളമായി മാറിക്കാണും കല്യാണി. പിന്നെന്തിനാ നീ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിരണേട്ടാ, എനിക്ക് പേടിയാവുന്നു കിരണേട്ടാ. പേടിയോ? എന്തിനു പേടി? നീ എന്തിനാണ് ഈ കാര്യത്തെക്കുറിച്ച് പേടിച്ച് വിറങ്ങല ചെയ്യാൻ നിൽക്കുന്നത് കല്യാണി? നീ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ആ കുഴിച്ചു മൂടിയിട്ട ഗംഗാപ്രസാദ് ഇല്ലേ, ആ ഗംഗാപ്രസാദാണ് നിന്റെ അമ്മയെ കൊന്നത്. നീ ജീവനായിട്ട് സ്നേഹിച്ച നിന്റെ അമ്മയെ കൊന്നത് മറ്റാരും അല്ലല്ലോ, ഗംഗാപ്രസാദ് തന്നെയല്ലേ. അപ്പോ അവനെ ഇല്ലാതാക്കേണ്ടതും നമ്മുടെ കടമ തന്നെയല്ലേ കല്യാണി? അപ്പൊ നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ കല്യാണിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ എന്നാലും കല്യാണിക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ്. കിരണേട്ടാ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നു? ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതല്ല, പോലീസിന് ഡൗട്ട് തോന്നിയിട്ടല്ലേ രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വന്നത്? അതെ, ഡൗട്ട് തോന്നിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കയ്യിൽ നിന്ന് പെൻഡ്രൈവ് മേടിച്ചിട്ടുണ്ടോ ഇല്ലേ, അതെ, അത് തന്നെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ ആവാനുള്ള കാരണം കിരണേട്ടാ. കാരണം ആ ഒരു കല്യാണ വീഡിയോയിൽ കിരണേട്ടനില്ല. കിരണേട്ടൻ മാത്രമാണോ? വേലുവും അതേപോലെ തന്നെ രതീഷേട്ടനും ആരുമില്ല. അപ്പൊ പിന്നെ അതെല്ലാം അവർ തിരയില്ലേ? നിങ്ങളെവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെ അവർ ചോദിക്കൂലേ? ചോദ്യമായിട്ട് വരട്ടേന്നേ. അതിനുള്ള മറുപടി നേരത്തെ ആ പോലീസുകാരനോട് നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ടെൻഷൻ അടിച്ച് നീ വല്ലാത്തൊരവസ്ഥയിലാകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കിരണ. അതല്ല കിരണേട്ടാ, എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാണ്. കിരണേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ലേ? അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളും മറ്റുള്ള ആൾക്കാരും ഒക്കെ അറിയില്ലേ കിരണേട്ടൻ ഒരു കൊലപാതകയാണെന്ന് എല്ലാവരും അറിയില്ലേ? ഓഹോ, അത് ശരി, അതാണോ നിന്റെ പ്രശ്നം? അറിയട്ടെ, അങ്ങനെ അറിയണമല്ലോ. പക്ഷേ ഒരു നാട്ടുകാരും എന്നെ കുറ്റപ്പെടുത്താനായിട്ട് പോകുന്നില്ല. പിടികിട്ടാ പുള്ളി ഗംഗാപ്രസാദിനെ, അതുപോലെ തന്നെ കൊടും ക്രിമിനലായ ഗംഗാപ്രസാദിനെ കൊന്നു തള്ളിയവനാണ് കിരൺ എന്ന പ്രശംസയായിരിക്കും എനിക്ക് കിട്ടാനായിട്ട് പോകുന്നത് കല്യാണി. അപ്പോൾ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. പിന്നെ അവരെന്നെ കുറച്ച് ദിവസം പിടിച്ച് ചിലപ്പോൾ ജയിലിലിടുമായിരിക്കും. അത്രേ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ചെയ്തതും തെറ്റ് തന്നെയാണല്ലോ. അവനെ കൊന്നു കുഴിച്ചു മൂടി ഇട്ടു. പക്ഷേ അത് പോലീസുകാരെ ഞാൻ അറിയിക്കേണ്ടതായിരുന്നു. അത് അറിയിച്ചില്ല. ഇനിയിപ്പോൾ അത് അറിയിക്കാനും പറ്റില്ലല്ലോ കല്യാണി. പിന്നെ എന്നെ പോലീസുകാർ പിടിച്ചാലും വേലുവിനെയോ രതീഷിനെയോ എനിക്ക് ഒറ്റ കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതിനെ കൊണ്ട് പറ്റില്ലല്ലോ കല്യാണി. അവർ ജീവിച്ചോട്ടെന്നേ, കുറ്റം മുഴുവനും എൻ്റെ തലയിലായിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല കല്യാണി. അവർക്കും ഒരു കുടുംബം ഉള്ളതല്ലേ. പിന്നെ കാദംബരിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഊഹിക്കാവുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. പിന്നെ എന്നെ പോലീസ് പിടിച്ചാലും നമുക്ക് നല്ലൊരു വക്കീലുണ്ട്. അത് ആരാണെന്നറിയാവോ? അത് മൂർത്തീസ് ജ്വല്ലറിയിലെ കേസ് വാദിച്ച നവീൻ പ്രസാദ് ഇല്ലേ, നവീൻ തന്നെ. നവീൻ നല്ല മിടുക്കനായ വക്കീൽ തന്നെയാ. നവീൻ എൻ്റെ കേസ് വാദിച്ചോളൂന്നേ. അപ്പോൾ നവീൻ വാദിക്കുമ്പോൾ ആ കേസ് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഗംഗാപ്രസാദിനെ പോലൊരു കൊടും ക്രിമിനലിനെ കൊന്നതിന് അവരെന്നെ തൂക്കിലേറ്റാനൊന്നും പോകുന്നില്ല. കോടതി അതിനെന്നെ വിധിക്കത്തുമില്ല. പിടികിട്ടാ പുള്ളിയായിരുന്നു ഗംഗാപ്രസാദ്. കല്യാണി, നീ ആരുടെ മുന്നിൽ സത്യങ്ങൾ വിളിച്ച് പറയാതിരുന്നാൽ മാത്രം മതി. എല്ലാവരും വരുമ്പോൾ ഈ മുഖത്ത് ആ ടെൻഷനില്ലേ, അതങ്ങോട്ടൊന്ന് ഒഴിച്ചു മാറ്റിയേര്. എന്തിനു ചുമ്മാ ടെൻഷൻ അടിക്കുന്നത്? വരുന്നിടത്ത് വെച്ച് എന്നെ കാണാൻ കല്യാണി. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കല്യാണി. അച്ഛനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. അച്ഛനോട് ഞാൻ സംഭവങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അച്ഛനും സത്യങ്ങളൊക്കെ അറിയാം. ഇനി അച്ഛനോടും എനിക്കും ഏതായാലും അച്ഛനെ പോയി കാണണം. അച്ഛനെ പോയി കണ്ടാൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോഴും കല്യാണിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. കാരണം കിരണിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് കല്യാണിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണെന്ന് കല്യാണിക്കറിയാം. ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ. ചാകേണ്ടവനാണ് ചത്തിരിക്കുന്നത്. ഇനി അതിനെ പിടിച്ച് പോലീസ് എൻ്റെ കിരണേട്ടനെ അറസ്റ്റ് ചെയ്യില്ലെന്നൊക്കെയാണ് കല്യാണിയുടെ പ്രാർത്ഥന. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു CI ആണ്. അപ്പോൾ ഈ കിരൺ കൊടുത്തിരിക്കുന്ന ആ ഒരു പെൻഡ്രൈവ് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ
CI. അപ്പോൾ അതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചില കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമാവുകയാണ്. കാരണം ഒരു സമയത്ത് നമ്മുടെ കിരൺ വരുന്നുണ്ട്. കിരൺ വന്നിട്ട് കാർത്തിക്ക് മധുരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മധുരം കൊടുത്ത് ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും കിരൺ കല്യാണം എടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന രംഗമുണ്ട്. അപ്പോൾ കല്യാണി എന്തൊക്കെയോ കിരണിനോട് ഭയങ്കര വെപ്രാളത്തോടെ സംസാരിക്കുന്ന രംഗവും കിരണിൻ്റെ മുഖത്തെ ആ പരിഭ്രമമൊക്കെ ഈ CI അവിടെ ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. കിരൺ അവിടെ കല്യാണത്തിൻ്റെ ആ സമയത്ത് വന്നെങ്കിലും അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്ത പോലെയാണ്. വല്ലാത്തൊരു പേടി കിരണിൻ്റെ മുഖത്ത് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഇനിയിപ്പോൾ ഇവൻ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടല്ലോ എന്നൊക്കെ ഈ CI ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും കണ്ടെത്തണമല്ലോ. കണ്ടെത്തിയതിന് ശേഷം ഇനി കിരണിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിരണിൻ്റെ മുഖത്ത് ആ ഒരു വലിയൊരു ടെൻഷനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ CS-ൻ്റെ മുന്നിലേക്ക് ഈ കിരൺ അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ കിരൺ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ മോനെ, ഇനിയിപ്പോൾ മൂന്നാമതും കൂടി പോലീസ് വരുന്നത് സത്യങ്ങളെല്ലാം ശരിക്കും അറിഞ്ഞിട്ടായിരിക്കും. ഞാൻ ആ CAയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തിരക്കിയായിരുന്നു. അയാളാണെങ്കിലേ വല്ലാത്തൊരാൾ തന്നെയാണ്. അയാളൊരു കേസിൽ മുൻകൈ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ട് അയാൾ പിന്നോട്ട് പോകുള്ളൂ. നിൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കുറേ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ 3ാമത്തെ പ്രാവശ്യം വരുന്നെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാണ്. വരുന്നെങ്കിൽ വരട്ടെ അച്ഛാ. ഇപ്പോൾ കല്യാണിക്കാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. സമൂഹത്തിൽ മുഴുവനും ഞാനൊരു കുറ്റവാളിയായി മാറൂലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ കിരൺ. പിന്നെ നിന്നെ അങ്ങനെ പോലീസ് പിടിച്ചാൽ പോലും വക്കീലുണ്ട്, നിനക്കറിയില്ലേ? ആ അനന്തമൂർത്തീസ് കമ്പനിയുടെ കേസെല്ലാം ബാധിച്ച നവീൻ പ്രസാദ്. നവീൻ നിന്റെ കൂട്ടുകാരനുമല്ലേ? അവനെ വിളിക്കാം നമുക്ക്. അവനെ വിളിച്ച് കേസ് വാദിക്കുകയും ചെയ്യാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കാര്യം ഞാനും കല്യാണിയോട് പറഞ്ഞായിരുന്നു. കല്യാണിയോട് എനിക്ക് സത്യങ്ങൾ പറയേണ്ടി വന്നു വച്ചാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൾ കണ്ടെത്തും. അവൾ എൻ്റെ അടുത്ത് മുന്നിൽ ഓരോരോ ചോദ്യങ്ങളായിട്ട് വരികയായിരുന്നു. അപ്പോൾ പിന്നെ പറയാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ പോലീസുകാരൊക്കെ വരുമ്പോൾ ആളുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ അടിക്കല്ലേ എന്ന് ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആര് കേൾക്കാനായിട്ട്? പക്ഷേ കിരണേ, ഗംഗാപ്രസാദിനെ കൊന്നത് അത് നിസ്സാര കാര്യമല്ല. എന്തൊക്കെയായാലും കോടതിയുടെ തീരുമാനമാണല്ലോ. കൊലപാതകം തന്നെയാണ്. നീ ഗംഗാപ്രസാദിനെ കൊന്നില്ലേ? തല്ലിക്കൊന്ന ആ സമയത്ത് നിനക്ക് പോലീസിനെ വിളിച്ചറിയിച്ചാൽ മതിയായിരുന്നു. നീ അവിടെ തെറ്റ് ചെയ്തു. നീയാണെങ്കിൽ ഗംഗാപ്രസാദിനെ കൊണ്ട് കുഴിച്ചു മൂടിയിട്ടു. അത് നീ ചെയ്ത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഇനി അവനെ കുഴി തോണ്ടി നമുക്കെടുത്ത് പോലീസുകാരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചു പോയി. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് തന്നെ കാണാതല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നും പറയാണ്. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കുക. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിനി അവരെ തർക്കിക്കാനോ അവരുടെ മുന്നിൽ കെഞ്ചി അപേക്ഷിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഇനി വഴിയുള്ളത് വക്കീലിനെ വെച്ച് കേസ് വാദിക്കുക. പിന്നെ ഗംഗാപ്രസാദിനെ കൊന്നെന്ന് വിചാരിച്ച് എനിക്ക് വലിയ കുറ്റബോധമൊന്നും തോന്നുന്നില്ല. അവൻ തീരേണ്ടത് തന്നെയാണല്ലോ കിരണേ. അവൻ തീരേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ ആ കല്യാണ പന്തലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ അവനെ അടിച്ചു. അതൊക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ നിനക്ക് പോലീസിനെ അറിയിക്കായിരുന്നു. അവൻ ചത്താലും കുഴപ്പമില്ലായിരുന്നു. ആ സമയത്ത് പോലീസിനെ അറിയിക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ എല്ലാവരുടെ മുന്നിൽ നാടകം അഭിനയിച്ച് നിന്നില്ലേ? പിന്നെ അതേപോലെ തന്നെ വേലുവും രതീഷും ഒക്കെ ഇവരെയൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കലും ഇല്ല അച്ഛാ. ഞാൻ അവരുടെ പേര് പോലീസിനോട് പോലുമില്ല. പോലീസിനോട് പറഞ്ഞില്ലെങ്കിലും ആ കല്യാണ വീഡിയോയിൽ നിങ്ങൾ 3 പേരുമില്ല. അതൊക്കെ അയാൾ നേരത്തെ മനസ്സിലാക്കി കാണും. അപ്പോൾ പിന്നെ രതീഷിനെയും വേലുവിനെയൊക്കെ ചോദ്യം ചെയ്യില്ലേ? അതൊന്ന് ചിന്തിച്ച് നോക്ക് കിരണേ എന്നും പറഞ്ഞ് CS അവിടെ പറയാണ്. ആ ഒരു ടെൻഷൻ ഉണ്ട്. കല്യാണ വീഡിയോയിൽ ഞങ്ങൾ 3 പേരും തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു നോട്ടം എപ്പോഴും പോലീസുകാർക്ക് ഉണ്ടാകും. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. വേലുവിനും രതീഷിനൊക്കെ ഒന്നും സംഭവിക്കരുതെന്നാണ് വെച്ചാൽ എൻ്റെ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയാം. അപ്പോൾ കിരൺ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുന്നിടത്ത് വെച്ച് എന്നെ കാണാൻ മോനെ. അയാൾ നിസ്സാരക്കാരനല്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ആ സ്റ്റെഫി ആണെങ്കിൽ നിന്റെ പിന്നാലെ തന്നെയല്ലേ. അവളാണെങ്കിൽ നിന്നെ കൊടുക്കാൻ വേണ്ടി തന്നെ നടക്കുക. ഇപ്പോൾ അവൾ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റെഫി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്റ്റെഫി വെറുതെ ഇരിക്കില്ല. അതെനിക്കറിയാച്ചാ. അവൾ കാരണമാണ് ഈ കേസിൽ
ഈ CI മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയാനായിരുന്നു. ആ സുകുമാരൻ കുറുപ്പിൻ്റെ ആ ഒരു കേസില്ലേ, അയാളെ പിടികിട്ടാ പുള്ളിയായിരുന്നില്ലേ, പിന്നെ അയാളെ കേസ് തേഞ്ഞു മാഞ്ഞു പോയില്ലേ. അതേപോലെ തന്നെ ഇതും ഒരു കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സ്റ്റെഫി വന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കിരണും അതേപോലെ തന്നെ CS കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണാണെങ്കിൽ ഓഫീസിലിരിക്കുക. ഓഫീസിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കിരണാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി വരിക. കല്യാണി വന്നിട്ട് എന്താ കിരണേട്ടാ പേടിയുണ്ടോ, ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്തിനാ പേടിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇനിയിപ്പോൾ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ കിരണേട്ട. പോലീസ് എല്ലായിടത്തും ചെക്കിങ് ഉണ്ട് കിരണേട്ട. ഇനിയിപ്പോൾ കമ്പനിയിലേക്കും കയറി വരുമെന്നാണ് എൻ്റെ ഒരു പേടി. ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്. കമ്പനിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സ്റ്റാഫുകൾ മൊത്തം കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ട്. സംഭവങ്ങൾ കമ്പനിയിലേക്ക് എത്താതിരുന്നാൽ മതിയായിരുന്നു. അയാൾ എല്ലായിടത്തും കയറി നിരങ്ങും. ഓരോ തെളിവുകളും കിട്ടാൻ വേണ്ടി അയാൾ ഓരോ പ്രവൃത്തികളും ചെയ്യും കിരണേട്ട. ആ ഒരു പേടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. നീ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ചുമ്മാ ഓരോ കാര്യങ്ങൾക്കും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. വരുന്നിടത്ത് തന്നെ കാണാന്നേ. അവർ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ. മിക്കവാറും ഇനി തെളിവുകൾ ഫുള്ളും കിട്ടിയിട്ടുണ്ടാവും. മൂന്നാമത്തെ പ്രാവശ്യവും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കിരണേട്ടനെ കൊണ്ടുപോകാൻ തന്നെയായിരിക്കും. എത്രയും പെട്ടെന്ന് വക്കീലിനെ അറേഞ്ച് ചെയ്യണം കിരണേട്ട. എനിക്കിത് സഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി, നീ ഗംഗാപ്രസാദിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നീ ഗംഗാപ്രസാദ് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ മതി. നമ്മുടെ പിന്നെ കമ്പനിക്കാര്യവും അങ്ങനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഒന്നും നടന്നിട്ടില്ല എന്ന് വിചാരിച്ചങ്ങോട്ട് നടന്നാൽ മതി എന്ന് ഈ കല്യാണിയെ പറഞ്ഞ് ഇങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയാണെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എവിടെ സരയു, എവിടെ സരയുവിനെ കണ്ടില്ലല്ലോ കിരണേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അവളിപ്പോൾ ജോലിയിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുകയല്ലേ. 24 മണിക്കൂറും ജോലി എന്ന ഒരൊറ്റ ചിന്തയോട് കൂടി തന്നെയാണ് സരയു ഇരിക്കുന്നത്. സരയു ഭയങ്കര ഇപ്പോൾ ആത്മാർത്ഥത കാണിക്കുകയാണെന്നൊക്കെ പറയണം. അവൾക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ, അവളോട് സംസാരിക്കണം. ഞാൻ അവളോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അവളോട് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കണം. അപ്പോൾ സരയു ആണെങ്കിൽ കിരണിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സരയു എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണി വന്നിട്ട് സരയു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. സരയു കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചിന്തിച്ചാണ് സരയു ഇരിക്കുന്നത്. സരയു ദേ എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. എന്ത് ചിന്തിക്കാൻ കല്യാണി, ഞാനൊന്നും ചിന്തിച്ചില്ല. ദേ സരയു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ദേഷ്യമോ, അതിനൊക്കെ പ്രസക്തിയുണ്ടോ കല്യാണി? നിങ്ങളുടെ കമ്പനിയിൽ ശമ്പളം പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പം പിന്നെ നിങ്ങളോട് ദേഷ്യം കാണിച്ചിട്ട് എന്താണ് കാര്യം കല്യാണി എന്ന് സരയു ചോദിക്കാം. അയ്യോ സരയു, ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ദേ നീ ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാക്കി തരുന്ന ലാഭം, ആ ലാഭത്തിൽ നിന്ന് നിനക്കും കുറച്ച് മാറ്റി വെക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ മോൾക്ക് വേണ്ടിയും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് ഇപ്പം തന്നെ ഡെപ്പോസിറ്റ് ഞങ്ങൾ തുടങ്ങി എന്നിങ്ങനെ പറയുമ്പോൾ സാറേ ഇങ്ങനെ മനസ്സിന്തിക്കണം. അതേടി, അതൊക്കെ എൻ്റെ കിരണെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞിനെയും കിരൺ ഒരിക്കലും കൈവിടില്ല. എനിക്കറിയാം, നീ തന്നെയാണ് ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കല്യാണി വീണ്ടും പറയണം, കണ്ടോ ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചിന്തയിലേക്ക് പോയി. എന്ത് ഇതിന് മാത്രം ചിന്തിക്കാൻ? ഒന്നുമില്ല കല്യാണി, ഞാനൊന്നും ചിന്തിച്ചില്ല എന്ന് പറയാണ്. അതെ, ഇനി മേലാൽ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്കന്ന് തെറ്റു പറ്റിപ്പോയതാണ് സരയു. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് ഇനി മനോഹറിനെ കാണാനായിട്ട് പോകുകയില്ല. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച കാര്യമാണ്. ഇനി മനോഹറിനായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാത്തിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് സരയു, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അതൊന്നും വേണ്ട കല്യാണി. അപ്പോഴേക്കും സരയു മനസ്സിന്തിക്കുന്നുണ്ട്, ഒരിക്കലും നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടി. നീ അത്രയ്ക്കും ദ്രോഹമാണ് എന്നോട് ചെയ്തിരിക്കുന്നത്. അവള് എൻ്റെ മുന്നിൽ ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നത്. ആർക്ക് വേണോടി നിൻ്റെ ക്ഷമ എന്ന് സരയു ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ കല്യാണി പറയണം, ദേ മോള് ആ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും അമ്മയോടൊപ്പം നിൽക്കാത്തതിലൊക്കെ എനിക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാണ്? പിന്നെ അമ്മയുടെയും അച്ഛൻ്റെ ഒപ്പം പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി സമാധാനം ആകും. പിന്നെ താരാൻ്റിയുടെ കാര്യം അറിയാലോ, നീ താരാൻ്റിയുടെ കൂടെ തന്നെയാണല്ലോ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ്. പക്ഷേ മോളാണെങ്കിൽ ആൻറ്റിയുടെ അങ്കിളിനൊപ്പം പിന്നെ ശാരിയമ്മയുടെ ഒപ്പം അല്ലേ നിൽക്കുന്നത്. മോളെ കാണാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ വിട്ട് നിൽക്കുകയാണ്. ഞാനിനി പഴയ സരയു ആകാനായിട്ട് തയ്യാറല്ല. എനിക്ക് ദേഷ്യമോ അങ്ങനെ വാശിയോ ഒന്നും വരില്ല കല്യാണി.
ഞാനിങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആ വീട്ടിലേക്ക് കയറി പോവുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ പഴയ സരയോ ആകാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കും നന്നായിട്ട് തന്നെ അറിയാം. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. നീ ഇപ്പം ശരിക്കും മാറിയിരിക്കുകയാണല്ലോ, ഇനി നിന്റെ രീതിയിൽ തന്നെ ഞങ്ങളും പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് പോവുക. കല്യാണി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് സരയുവാണെങ്കിൽ അവൾ എന്നെ ഉപദേശമായിട്ട് വന്നിരിക്കുന്നു, ഇവൾക്കൊക്കെ വേറൊരു പണിയില്ലേ എന്നിങ്ങനെ സര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ പോലീസുകാർ CIയും കൂട്ടുകാരൊക്കെ ഈ ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുക. അവിടെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴാണ് അവിടുത്തെ ഓണർ ഇറങ്ങി വരുന്നത്. സാർ എന്താ സാർ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് സാർ. ഗംഗാപ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? അറിവ് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. ഇവിടെ ബാത്റൂം ഉണ്ടോ? കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ സ്റ്റോർ റൂം ഉണ്ടോ? സ്റ്റോർ റൂമും ഉണ്ട് സാർ. എങ്കിൽ എനിക്ക് കുറേ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം സാർ. വരൂ സാർ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കുറേ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഈ CIക്കും ചില കാര്യങ്ങളെല്ലാം ഡൗട്ട് അടിക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണിനെയാണ്. കിരണാണെങ്കിൽ ഗംഗാപ്രസാദിനെ കുഴിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.